വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ വീണ്ടും അപേക്ഷാ തീയതി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ട്രയൽ അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികളിലെയും പി ജി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. അതായത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ, അതായത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലുള്ള അഡ്മിഷൻ സംബന്ധമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലും ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ 30/6/2025 വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kerala-university.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് വഴി ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ പല യൂണിവേഴ്സിറ്റികളിലും ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രി റിസൾട്ട് വരാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സമയത്ത് വീണ്ടും അത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ 30/6/2025 വരെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അടുത്ത ഘട്ടമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 30-ന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ഈ രീതിയിൽ വെയിറ്റ് ചെയ്യുക. അതേപോലെ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത ഇൻഫർമേഷൻ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാനും അതേപോലെ ഇതുവരെ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ് ഇന്ന് 22/6/2025 വരെയാണ്. അപ്പോൾ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇന്ന് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് അതും ഇന്ന് 22/6/2025 വരെയായിരുന്നു. കൂടാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇനിയും ആ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kannur-university.ac.in വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് പി ജി അഡ്മിഷൻ ലിങ്ക് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് വെരിഫിക്കേഷൻ കോഡും ടൈപ്പ് ചെയ്ത് സൈൻ ചെയ്ത് വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നാൽ ഹോം പേജിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി ജി അഡ്മിഷൻ ലിങ്ക്. അപ്പോൾ അതുവഴി വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ത്രൂ മറ്റു യൂണിവേഴ്സിറ്റികൾ അതേ രീതിയിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി അവസാനമായിട്ട് നാലാമത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷൻ ഓൺലൈൻ അപേക്ഷ നേരത്തെ തന്നെ ഡേറ്റ് കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ 23/6/2025 പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏഡ് ചെയ്യാനും അതേപോലെ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 2 ദിവസം എഡിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതായത് മുഖ്യ അലോട്ട്മെൻറ്റ് 28/6/2025 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ടൈം അതായത് ഡേറ്റ് വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ അലോട്ട്മെൻറ്റിലും വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ ചെയ്യുവാൻ ഉറപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലെ എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് അറിയുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലേക്കിന് എനാബിൾ ചെയ്ത് നോക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.